ക്ലാസ്സിലൊക്കെ സാധനം മച്ചാൻ നമ്മൾ ഇന്ന് വന്നേക്കെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ്റെ ചെറിയ ഫിഷ് ഫാമിംഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അവനോട് തന്നെ ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ മീൻ കടിപിടിയൊക്കെ കൂടുമ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണ വീഡിയോസൊക്കെയാണ് ഇത്. അപ്പോൾ നമുക്ക് അവനോട് ഒന്ന് ചോദിച്ചിട്ട് വരാം. മച്ചാന്മാരെ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ. എടാ അപ്പോൾ ഇന്ന് നീ മേടിച്ച ഓസ്കാർ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആടോ ഓക്കെ ഗൈസ്. ഇതാണ് ടൈഗർ ഓസ്കാർ. അപ്പോൾ നിങ്ങളോർക്കുണ്ടാവും ഇതന്നെ ചരിഞ്ഞിരിക്കുന്നതെന്ന്. അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ടൊരു നമ്മളിപ്പോൾ ഒരു ഓസ്കാറിന് എടുത്താൽ ഫസ്റ്റ് അവർ നമ്മുടെ വെള്ളമായിട്ടും പിന്നെ നമ്മളുമായിട്ടൊക്കെ ഒന്ന് ഇണങ്ങാനൊരു 2 ആഴ്ച പിടിക്കും. അത്രയും ദിവസം അവരിങ്ങനെ ചരിഞ്ഞൊക്കെ ആയിരിക്കും. നാളെയൊക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടി ഇങ്ങനെ വരും. അങ്ങനെയൊക്കെ ആയിരിക്കും ഓസ്കാർ റെഡി ആവുള്ളൂ. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ പെട്ടെന്ന് തന്നെ മോൺസ്റ്റർ ഫിഷ് ആവണമെന്ന് വെച്ചാൽ അങ്ങനെ ആയില്ല. നമ്മളോടൊക്കെ ഒന്ന് അറ്റാച്ച്മെൻ്റ് ആണ് വെള്ളമൊക്കെ ആയിട്ട്. പിന്നെ ആണെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ വെള്ളം മാറുമ്പോഴൊന്നും ഇങ്ങനെ ചരിയല്ല, പിന്നെ ഇങ്ങനെ നേരെ തന്നെ നടന്നോളും. ഇപ്പം എന്തായാലും ഇങ്ങനെ ചരിഞ്ഞായിരിക്കും ഒരു 2 ആഴ്ച കിടക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനും വെള്ളമൊക്കെ ആയിട്ട് അത് ഇണങ്ങി കഴിയുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈഗർ ഓസ്കാർ. പിന്നെ ടൈഗർ ഓസ്കാറിൻ്റെ അടുത്ത് വേറെ മീൻ ഇടാതിരിക്കണതാണ് നല്ലത്. ദേ ഇപ്പോൾ കാണിച്ചില്ല, വെള്ളം ഓടി പോകും. കണ്ട ഗൈസ്, ഗൈസ് ഓടി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തേ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. അപ്പോൾ നല്ലൊരു മോൺസ്റ്റർ ഫിഷ് തന്നെയാണ്. അപ്പോൾ അച്ഛന്മാരെ ഇനി അവൻ്റെ ചില്ലി മൂസക്കിനെ കാണിച്ചു തരാം. അതവിടെ കണ്ടോ ഗൈസ്, ഒരു പേര് ചില്ലി മൂസക്ക് എന്ന് പറഞ്ഞ ഒരു ഗപ്പിയാണ്. ഇനി നമുക്ക് കുറച്ചൊക്കെ ഇറക്കണം. ഞാൻ ചിലപ്പോൾ എലിഫന്റ് ഇയർ എടുക്കാനാണ് പ്ലാൻ. അച്ഛന്മാര് അവൻ്റെ ഗോൾഡ് ഫിഷ് ആണ്. ഗോൾഡ് ഫിഷ് ഒരു ക്വാർപ്പും ഉണ്ട്. അപ്പം അത് അവന് ഭയങ്കര പ്രിയപ്പെട്ടൊരു മീൻസാണ്. ഗൈസ്, ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഗോൾഡ് ഫിഷ് കോഴിക്കാർപ്പ വളർത്തുകയാണെങ്കിൽ പറയാൻ വന്ന ഒത്തിരി കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ ഗൈസ്, പറയാൻ ഒരു കാര്യമാണ്, ഫസ്റ്റായിട്ട് നിങ്ങൾ വളർത്തുമ്പോൾ ഗോൾഡ് ഫിഷ് തമ്മിൽ ചിലപ്പോൾ ഫൈറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഈ ഇടയ്ക്ക് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് തലയിൽ ഒരു ബ്ലാക്കിൻ്റെ ചെറുതായിട്ട് വൈറ്റ് വന്നായിരുന്നു. ഫംഗസ് ആണെന്നാണ് ആദ്യം ഓർത്തത്. പിന്നെ ഞാൻ പെറ്റ് ഷോപ്പിലത്തെ ഓണറിനെ കൊണ്ട് കാണിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫംഗസ് അല്ല, ഇതൊരു നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകണതിൻ്റെയാണെന്ന്. അപ്പം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളൊരു 2 ദിവസത്തേക്ക് അതിനെ മാറ്റിയിട്ട് ഇച്ചിരി കല്ലുപ്പിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. എൻ്റെ തലയില ആ വൈറ്റ് വിട്ട് ബ്ലാക്ക് തന്നെ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മീൻ നമ്മുടെ ഗോൾഡ് ഫിഷും കാർപ്പും തന്നെയാണ്. അതിൽ നമ്മൾ വിളിച്ചാലൊക്കെ ഒരു നല്ല ഇതാണ്. ഞാൻ വേണമെങ്കിൽ കുറച്ച് തീറ്റയായിട്ട് ഒന്ന് കാണിച്ചു തരാം. ചിലപ്പോൾ വരുമായിരിക്കും കേട്ടോ ഗൈസ്. ഞാൻ തീറ്റ എടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ എൻ്റെ ഫിഷസിനൊക്കെ ഞാൻ കൊടുക്കുന്നത് ഈ തീറ്റയാണ്. ഇത് നമ്മുടെ മാർക്കറ്റിൽ ലോക്കലായിട്ട് കിട്ടുന്ന ഒരു തീറ്റയാണ്. 10 രൂപയൊക്കെ ഉള്ളു. ഇത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എൻ്റെ മീനുകൾ അങ്ങനെയൊക്കെ തിന്നണമെന്ന്. അപ്പോൾ ഞാൻ ഇതാണ് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് നേരെ കൊടുത്ത് കാണിച്ചു തരാം. എടുക്കുമെന്ന് അറിയില്ല കേട്ടോ. ഓസ്കാറിന് ഞാൻ എന്തായാലും കൊടുത്തതാണ്. ഇപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് പുള്ളി അങ്ങനെ ആയിരിക്കും. എന്നായിട്ടൊക്കെ ഇണങ്ങണം. അപ്പോൾ ഗൈസ്, അപ്പോൾ 2 ബ്ലാക്ക് ഗോൾഡ് ഫിഷും പിന്നെ 3 റെഡ് ഗോൾഡ് ഫിഷുമാണ് അവനുള്ളത്. പിന്നെ ഒരു കോഴിക്കാർപ്പും ആയിട്ടുള്ളത്. പിന്നെ അവൻ്റെ കിണറ്റിലെ മുഷി കിടപ്പുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ അവന് കിടപ്പുണ്ട്. ഗൈസ് അപ്പോൾ ഇട്ട് കാണിക്കാം. ഗൈസ്, ഞാൻ മച്ചാന്മാരെ വന്ന് ഇവർ ടേംഡാണ് കേട്ടോ ഗൈസ്. ഞാനിങ്ങനെ കൈയൊക്കെ മേടിച്ച് കണ്ട ഗൈസ്, ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ രാവിലെ ആയിരുന്നെങ്കിൽ നിങ്ങൾ നല്ലോണം ഞാൻ കൈയിട്ടാ വരികയല്ല. കണ്ടോ, എൻ്റെ കൈയാണേ. കണ്ടോ, ഞാൻ കൈയിട്ട് വെച്ചാൽ ചിലപ്പോൾ വരുവാ. മറ്റേ എന്നായിട്ടത് ആക്ടിവിറ്റി അല്ല, നമ്മുടെ മോനുകൂട്ടനായിട്ടാണ്. ഇവരിവിടെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ആ ഗൈസ്, ഇവന്മാർക്ക് ഇച്ചിരി കൊടുത്തേക്കാം. പാവം കൊതി വിടണ്ട, പാവങ്ങളാണ് ഗൈസ്. പിന്നെ ആണെങ്കിൽ ഈ ഓസ്കാറിനെ കുറിച്ച് പറയാനുള്ളതാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച് ഞാൻ മേടിച്ചേക്കണ ഒരു ഓസ്കാറാണ്. ഇവനിങ്ങനെയാണ് ആദ്യമൊക്കെ ഇവർ റെഡിയാക്കണം. അക്വേറിയം ഷോപ്പ് വെച്ചിട്ടുള്ളൊരു അടിപ്പം വീഡിയോ ഉണ്ട്. അക്വേറിയം ഷോപ്പ് വെച്ച് ഇതിൻ്റെ 4 കൂടി കിടപ്പുണ്ട്. അടിപ്പനാണ്. നിങ്ങളൊക്കെ ഇതിനൊക്കെ അടിപ്പനാണ്. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞതാണ്, നീ ഇങ്ങനെ മേടിച്ചുകൊണ്ട് ചെന്നാൽ ഒരു 2 ആഴ്ച സാധനം ഇങ്ങനെ ചരിഞ്ഞ് തന്നെ ഇരിക്കും. ചിലവരും ചത്തെന്നൊക്കെ പറഞ്ഞ് ചിലവരുടെ അടുത്ത് കളയും. അങ്ങനെ കളയരുത് ഗൈസ്. നിങ്ങളുടെ മീനും പോവും, നിങ്ങളുടെ കാശും പോവും. അങ്ങനെ അടുത്ത് കളയരുത്. നിങ്ങൾ ഈ മീനിനെ ഇങ്ങനെ തന്നെ ഇടുക, തീറ്റയൊക്കെ കൊടുക്കുക. പതിയെ ഒന്ന് നമ്മളായിട്ട് ഇണങ്ങി വെള്ളമായിട്ടൊക്കെ ഇണങ്ങി
തിന്നുള്ളൂ. ഒരു 2 ആഴ്ച പിടിക്കും എന്തായാലും. ആ ചേട്ടൻ അങ്ങനെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളായിട്ട് സെറ്റായി മോൺസ്റ്റർ ഫിഷ് ആയിക്കോളും. പിന്നെ ഇതാണ് എൻ്റെ ഫാം. അപ്പോൾ എല്ലാവരും ഇവൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവൻ ആഗ്രഹിച്ചു തുടങ്ങിയൊരു യൂട്യൂബ് ചാനലിൻ്റെ അക്കൗണ്ടാണ്. എല്ലാവരും അവനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതാക്കിയാൽ നല്ലതായിരിക്കും. ഇത്രയേ ഉള്ളൂ. പാചാമാരെ അവൻ്റെ ഒരു ലവ് ബേഡ്സും കൂടി ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാവേ. ഇതേപോലെ ഇതാണ് അവൻ്റെ ലവ് ബേഡ്സ്. അപ്പോൾ പാചാമാരെ അവനൊരു പട്ടിയും കൂടി ഉണ്ട് കേട്ടോ. ജാക്കി എന്നാണ് പേര്. മച്ചാമാരെ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ, കൊച്ചു വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ